ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്നൊരു XP ഫാർം ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്, സോംബി വെച്ചിട്ടല്ല. ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് സോംബി വെച്ചിട്ട് ഒരു XP ഫാർം ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ അപ്പോഴാണ് എൻ്റെ തലയിൽ വന്നത് വേറൊരു ഫാർം. അത് 1.21 തന്നെ ബെസ്റ്റ് ഒരു ഫാർമാണ്. അത് ഒരു XP ഫാർമാണ് ഗൈസ്. ഈ ആർമഡിയിലേക്ക് വെച്ചിട്ടുള്ള ഒരു ഫാർമാണ് ഗൈസ് ഈ ഒരു XP ഫാർം. അത് ഇത്ര ഐറ്റംസ് നമുക്ക് ആ ഒരു ഫാർം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം. കുറേ കഷ്ടപ്പെട്ട് ഗൈസ് ഇത് കളക്ട് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാക്ടസ് കണ്ടുപിടിക്കാനായിട്ട് കുറേ ദൂരം പോയി ഡെസേർട്ട് കണ്ടുപിടിച്ച്, പിന്നെ ഒരു 3 പോർഷൻ, ഒരു ഇൻഫെസ്റ്റേഷൻ പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. കാരണം നെതറിലോട്ട് പോയപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫോർട്രസിൽ കയറി കുറേ പ്രശ്നം ചത്ത്. കാരണം എൻ്റെ ഡയമണ്ട് ആർമർ ഇല്ല. ഡയമണ്ട് ആർമർ ഉണ്ടായിട്ട് ഞാനത് ഇട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എനിക്കത് എൻജാൻറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് താല്പര്യം. ചുമ്മാ കൊണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടാക്കി ഗൈസ്. നെതർ പാർട്ടും മറ്റേ ഈ ബ്ലേസറോടൊക്കെ കണ്ടുപിടിച്ചിട്ട്, പിന്നെ ഒരു ആർമഡിയിലേക്ക് കൊണ്ടുവരാൻ വലിയ പാടൊന്നുമില്ലായിരുന്നു. അടുത്ത് തന്നെ സവാനാഭയം മണ്ടലുണ്ട്. പിന്നെ 3 ട്രൈഡൻറ്റ് മറ്റേ ഇവൻ്റെ നീട്ടി മറ്റേ പേരിന് റൗണ്ട്. പിന്നെ ഇത് 1.21 ബെസ്റ്റ് ഫാർമാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഫെസ്റ്റേഷൻ പോർഷൻ വന്നത് ഈ ഒരു 1.21 പിന്നെ ബെസ്റ്റ് ഫാർം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 മിനിറ്റിൽ തന്നെ നമുക്ക് 40 ലെവൽ അടുപ്പിച്ച് കിട്ടും. ഇപ്പം ഇതിൽ ഓൾറെഡി 3 ലെവൽ ഉള്ളതുകൊണ്ട് 40 ലെവൽ കിട്ടുമായിരിക്കും ഗൈസ്. അതും 2 മിനിറ്റ് അടുപ്പിച്ച് തന്നാൽ മതി. പിന്നെ ഒരു അൺലിമിറ്റഡ് ഒന്നുമല്ല ഈ ഫാർം. ഒറ്റ പോർഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 40 ലെവൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോർഷൻ അറിയണം 40 ലെവൽ കഴിയുമ്പോഴത്തേക്കും. അത് 40 ലെവൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഫാർമർ 40 ലെവൽ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഫാർം അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പോർഷൻ അറിയണം, എന്നാലേ അത് വർക്കാവത്തുള്ളൂ. പിന്നെ സിൽവർ ഫിഷ് വെച്ചിട്ടാണ് ഈ ഫാർം വർക്കാവുന്നത്. കാരണം എൻ്റെ സിൽവർ ഫിഷിനെ എങ്ങനെയൊക്കെ സ്പോൺ ചെയ്യിപ്പിച്ചിട്ട് അതിനെ നമ്മൾ ട്രൈഡൻ കില്ലർ വെച്ചിട്ട് കൊല്ലും ഗൈസ്. അതാണ് ഈ ഒരു ഫാർം. പിന്നെ പെട്ടെന്ന് ഈ സിൽവർ ഫിഷ് സ്പോൺ ആവുന്നതുകൊണ്ട് തന്നെ നല്ല ലാഗായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രൈഡൻ കില്ലർ ഉണ്ടാക്കുക, എന്നിട്ട് മാത്രം അത് ഓണാക്കുക ഒരു ഫാർം. ഓക്കെ, ഞാൻ ആ ഒരു ഫാർം ഉണ്ടാക്കുന്നതിന് മുന്നേ എൻ്റെ ബേസിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു തരാം ഗൈസ്. ഇവിടെ ഞാൻ ഒരു മരം നട്ടു ഗൈസ്. എന്നിട്ട് എൻ്റെ ചുറ്റും കുറച്ചുകൂടെ ഒന്ന് പോൺ വീടിന് ചുറ്റും. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ബാമ്പു നട്ടു. ഇവിടെ ഞാൻ കുറച്ച് ഷുഗർ കെയിൻ നട്ടായിരുന്നു കേട്ടോ. എനിക്ക് 20 ഷുഗർ കെയിൻ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നടന്നപ്പോൾ തന്നെ കുറേ ഷുഗർ കെയിൻ കിട്ടി. അത് ഈ പെട്ടിക്കകത്തിരിപ്പുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കി ക്യാറ്റ് ഫാർമൊക്കെ നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് ഗൈസ്. കുറേ ഞാൻ നെതറിലോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ബോൺ ബ്ലോക്ക് കിട്ടിയായിരുന്നു. അത് വെച്ച് ഞാൻ കുറച്ച് ബോൺ മീൽ ചെയ്തിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ബോൺ മീൽ പിന്നെ ഇരിപ്പുണ്ട്. എല്ലാം കൂടെ തന്നെ ഹാർവെസ്റ്റ് ചെയ്തില്ല. കാരണം ബോൺ മീൽ നമുക്ക് എപ്പോഴും അത്യാവശ്യം വരുന്നതായിരിക്കും. അന്നേരം എടുക്കാനില്ലെങ്കിൽ പിന്നെ പാടുപെടേണ്ടി വരും. പിന്നെ ഇതൊന്നും ഞാൻ ബോൺ മീൽ ചെയ്തതല്ല, ഇതൊക്കെ ഞാൻ ജോലി കൊണ്ടിരുന്നപ്പോൾ ഉണ്ടാകാം. അതൊന്ന് ഹാർവെസ്റ്റ് ചെയ്തേക്കാം. അതും കൂടെ നമുക്കൊരു പെട്ടിക്കട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് ആവാറായിട്ടുണ്ട്. അങ്ങനെ അതും ഒരു സൈഡിൽ സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയമണ്ട് ആർമർ മാത്രമല്ല, ടൂൾസും ഞാൻ ഓഫ് ക്യാമറ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു മൈൻഡിങ് ബുക്ക് വാങ്ങുകയും ചെയ്തു. അതിനെപ്പറ്റി ഞാൻ പറയാം ഗൈസ്. അതിനെപ്പറ്റി എനിക്ക് നല്ല രീതിക്ക് പറയണമെന്നുണ്ട്. ഈ നെതറിലോട്ടൊരു ക്രീപ്പർ വന്നായിരുന്നു. ഇനി ഞാൻ തിരിച്ചു പോകുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം സംഭവിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ ഞാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ലെക്ടൺ വെച്ച വില്ലേജറിനെ എൻ്റെ ബേസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നായിരുന്നു, എൻ്റെ ട്രേഡിങ് ഹാളിലോട്ട്. അവനാണ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ഒരു ബെഡ് ഇവിടെ വെച്ചപ്പോഴത്തേക്കും അവൻ അതിലോട്ട് ലിങ്കായിട്ട് ഇവിടെ വെച്ചേക്കുന്ന ഏതൊരു വർക്ക് സ്റ്റേഷൻ എടുത്തേക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ പറഞ്ഞില്ലായിരുന്നു. വെച്ച വർക്ക് സ്റ്റേഷൻ തന്നെ 2-3 പേരൊക്കെ പണി എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നേരം കണ്ടുപിടിച്ച 32, 36, 38 എത്രയോ രാമറാണ്ടിന് നിൽക്കുന്ന മറ്റവൻ പോയി. പിന്നെ ഞാനൊരു ലെക്റ്റാണ് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ അവൻ ട്രേഡ് ചിലപ്പോൾ മാറ്റിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എന്നിട്ട് ആ ഒരു ലെക്റ്റൺ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. എന്നാലും ഇവൻ ട്രേഡ് മാറ്റുമെന്നൊന്നും നോക്കാൻ വേണ്ടി. പക്ഷേ ഇവനല്ല ട്രേഡ് എടുത്തത്. ഞാൻ ഓൾറെഡി അൺലോക്ക് ചെയ്ത് കുറേ കൊണ്ടുവച്ച ഇവിടെ ഒരു ഫാർമറായിരുന്നു. കുറേ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫാർമറായിരുന്നു. എന്നിട്ട് അവൻ ആ ഒരു ഫാർമർ ജോലി മാറ്റിയിട്ട് ഈ ഒരു ലൈബ്രറിനെടുത്ത്. അതെന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പെട്രോൾ എഡിഷൻ ആദ്യം കളിക്കുമ്പോൾ എനിക്ക് ഇത്ര ബഗ്ഗൊന്നും തോന്നാറില്ല. ഓക്കെ, ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഫോണിൽ ആദ്യം PC കളിച്ചിട്ട് പിന്നീട് പെട്രോക്കിലോട്ട് മാറുമ്പോഴാണ് ശരിക്കും ഈ ഒരു മാറ്റം സംഭവിക്കാമെന്ന്. ഈ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത്, അത് കുറേ ബഗ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതുവരെ ജാവയൊന്നും കളിച്ച് നോക്കിയിട്ടില്ല. പകരം ബെഡ്റോക്ക് മാത്രമേ ഞാൻ കളിക്കാറുള്ളൂ. എന്നിട്ട് എനിക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നിട്ടും എനിക്ക് ഇതുപോലുള്ള ബഗ് സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു ഒടുക്കത്തെ ബഗ്ഗാണ് ഗൈസ്. കാരണം കുറേ അൺലോക്ക് ചെയ്ത് വെച്ച വില്ലേജേഴ്സിന് പകുതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വില്ലേജേഴ്സൊക്കെ ഒന്നും പോയിട്ടില്ല. അപ്പം ഈ ഒരു ഫാർമറാണ് പോയത്. അതെനിക്ക് വിഷമമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ അതിന് നല്ല ബുക്ക് എനിക്ക് കിട്ടി.
ഈ ഒരു പെൻഡിങ്, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഞാൻ എന്നാലും ഒന്ന് ചത്തിട്ട് ഒന്നുകൂടെ തിരിച്ചു വരാം ഗൈസ്, എന്നെ ഇതെല്ലാം വെച്ചിട്ട്. ഓക്കെ, ബാക്കി എനിക്ക് കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ നടച്ചേക്കാം ഗൈസ്. ഇനി ഒന്നിനും വേറെ വല്ല ഓപ്ഷൻ കയറി വന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു ഇത്ര ബ്ലോക്കുള്ള, പിന്നെ ഓഫ് ക്യാമറ ചെയ്തോളാം ഗൈസ്, എനിക്ക് വേണ്ട സമയമില്ല. പിന്നെ 275-ാമത്തെ ദിവസമാണ് ഗൈസ് നമ്മളിപ്പോൾ കളിക്കുന്നത്. 300-ാമത്തെ ദിവസമാകുമ്പോൾ മിക്കവാറും എനിക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, ടോപ്പിയാണ് ഗൈസ്. 300-ാമത്തെ ദിവസത്തിൽ ഈ ഒരു ഫാർം ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഗെയിമിൻ്റെ മറ്റേ ഈ ഒരു ബിൽഡിൻ്റെ പകുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ ഈ ഒരു ഫാർമിൻ്റെ ഒരു ബിൽഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ ഒരു ആർമഡിലോ ഇതിനകത്ത് കൊണ്ടുവരണം, ഈ ഒരു കാക്ടസിൻ്റെ മണ്ടയിൽ. എന്നിട്ട് നമുക്കൊരു സോംബി കൂടി ഇതിനകത്ത് പിടിച്ചിട്ടിടണം ഈ ഉള്ളിനകത്തോട്ട്. പിന്നെ നമ്മൾ ട്രൈഡൻറ്റിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്, 3 ട്രൈഡൻറ്റ് വെച്ചിട്ട് കാണിച്ചത്. ഓക്കെ, ഇവിടെ വന്നിട്ട് പോർഷൻ അറിയണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ സ്വിച്ച് ഓൺ ആക്കണം, എന്നിട്ട് ഇവിടെ അങ്ങ് നിൽക്കണം ഗൈസ്. ഒരു മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 40 ലെവൽ കിട്ടും ഗൈസ്. അതാണ് ഈ ഒരു ഫാർമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് കുറച്ച് റെയിൽ എടുത്തുകൊണ്ട് വരാം ഗൈസ്. എന്നിട്ട് റെയിൽ എടുത്തുകൊണ്ട് വരണോ അതോ മറ്റേ ബോർഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം? നമുക്ക് എന്തായാലും റെയിൽ എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഓക്കെ, ഇനി ആ കറക്റ്റായിട്ട് അതിനകത്ത് തന്നെ വീഴണം, ഇല്ലെങ്കിൽ ബോർഡ് കഴിഞ്ഞാൽ വീഴും ഗൈസ്. താഴോട്ട് ആടാൻ പാടില്ല. നേരത്തെ ഉണ്ടായ സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു, അറിയാണ്ടാണ് സംഭവിച്ചത്. പിന്നീട് ഞാൻ ഒന്നുകൂടെ യുവന്മാരെ കൊണ്ടുവന്ന് ഇതിനകത്തിട്ട്, പിന്നെ ഒരു സോംബിയും കൊണ്ടുവന്നിട്ട് അവന് നെയിം ടാഗ് എന്ന പേര് ഇട്ടു, നെയിം ടാഗ് നീ ടാഗ്. ഓക്കെ, അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. ആദ്യം യുവന്മാരെ കൊണ്ടുവന്ന് തന്നെ കുറച്ച് പാടായിരുന്നു. ഇനി ഈ ഫാർമ് നമുക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കാം ഗൈസ്. ട്രൈഡൻ കില്ലറൊക്കെ സെറ്റാണ് ഗൈസ്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അത് ഓണാക്കാനായിട്ട്, ഇല്ലെങ്കിൽ അങ്ങ് പെട്ടുപോകും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഇതിൻ്റെ മുകളിലൊന്ന് ക്ലോസ് ചെയ്തേക്കാം ഗൈസ്. ഇനി വർക്കാവും ഗൈസ്. ദൈവമേ, കുറേ കഷ്ടപ്പെട്ടാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, അവന്മാർ സ്പോൺ ആവുന്നുണ്ട്. ഒരുത്തം മാത്രമേ അതിനകത്ത് ചാടിത്തുള്ളി നടപ്പുണ്ട്, അത് കുഴപ്പമില്ല ഗൈസ്. പക്ഷേ ഇത് ഞാൻ ഈ ഒരു കില്ലർ ഞാൻ ഓഫ് ആക്കുന്നില്ല, കാരണം എങ്ങാനും അവൻ പൊളിച്ചെങ്ങാനും വന്നാലോ. ഈ ട്രൈഡൻ കില്ലർ ഉള്ളതുകൊണ്ടാണ് ഇവൻ ചാവുന്നത്, ഇവന്മാരില്ല, ഇല്ലെങ്കിൽ അവന്മാർ പൊളിച്ചു വന്നേനെ. എന്നാലും ഓക്കെ, ഇത് 36 ലെവൽ കിട്ടിയല്ലോ ഗൈസ്. മറ്റേ ഫാമിൽ പോയി നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ പകുതി പോലും ഈ സമയം കൊണ്ടുണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ ഈ ഒരു വർക്കിംഗ് കിടിലൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ എൻജോയിനിങ് എല്ലാം ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഇവൻ ഡീസ്പോൺ ആവുമെന്ന് നോക്കി നോക്കാം, ദൂരെ പോയി നോക്കി നോക്കാം ഗൈസ്. നമ്മൾ ഡീസ്പോൺ ആവട്ടെ. ഓക്കെ, സിൽവർ ഫിഷ് ഡീസ്പോൺ ആയി, നമുക്കിതങ്ങ് ഓഫ് ചെയ്തേക്കാം. ഓക്കെ, ഞാൻ അവിടെ നിന്ന സമയത്ത് ഷുഗർ കെയിൻ ഇല്ല മാറും, അതും ഒരു സൈഡ് നടക്കുന്നുണ്ട്. ഇപ്പം ഗൈസ് ഞാൻ കുറച്ച് നെതർവാട്ട് എടുത്തിട്ടാണ് ഫാർം ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ അതും നമുക്കിനി ആവശ്യം പറ്റും, ഈ ഒരു ഫാർം വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. ഞാൻ തന്നെ കുറേ പ്രാവശ്യം അത് വർക്ക് ചെയ്യിപ്പിക്കും, കാരണം നമുക്ക് കംപ്ലീറ്റ് ആർമറും ടൂൾസും എല്ലാം ഒന്ന് എൻജോയ് ചെയ്യണ്ടേ ഗൈസ്. അപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു നെതർവാട്ട് വെച്ചൊരു പോർഷൻ ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്കിനി നെതർവാട്ടിൻ്റെ ആവശ്യം വരും. അതൊന്ന് കുറച്ചൊന്ന് ഫാർം ചെയ്യാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, 24 മൊത്തം നട്ടിട്ടുണ്ട്, ഒരു സ്പേസ് ബാക്കിയില്ല ഗൈസ്. ഇത് ഫാർം ചെയ്യുന്നത് വെക്കാനായിട്ട് ഒരു പെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിന് ഞാൻ പണി ചെയ്യുന്ന സമയത്ത് വർക്ക് ആയിക്കോളും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിളിച്ചുള്ളൂ ഞാൻ ഓഫ് ക്യാമറയിൽ ഒരുപാട് AFK നിന്ന് ഒപ്പിച്ചിട്ട് ഈ ഒരു XP ഫാർം ഗൈസ്. എന്നിട്ട് അത് ഒപ്പിച്ചിട്ട് കുറേ എൻജോയിനിങ് ഒക്കെ വാങ്ങിയിട്ട് കംപ്ലീറ്റ് ആർമറും ടൂൾസും എൻജോയ് ചെയ്യും ഗൈസ്. എന്നിട്ട് മാക്സ് ലെവലാക്കും. ഇതിൽ ഓഫ് ക്യാമറ എന്നിട്ട് അടുത്ത എപ്പിസോഡ് ഞാൻ അതെല്ലാം കാണിക്കാം ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു മതിലും പണിയണം, ഞാൻ എന്ന് പറഞ്ഞ മതിൽ. ഓക്കെ, ഫാർമും എൻ്റെ വീടുമായിട്ടുള്ളൊരു സെപ്പറേഷൻ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.